ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നായാലോ. ചേമ്പുംതാൾ തോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ചേമ്പിന്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു തണ്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. ഇതിന്റെ പുറത്തെ തോല് നമുക്ക് കളഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഈ തോല് നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാം. ഞാനിത് നീളത്തിലാണ് അരിയുന്നത്. ചിലര് ചെറുതായിട്ട് കൊത്തി അരിയുകയും ചെയ്യും. വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയിൽ നിന്ന് ഒരു 4-5 കാന്താരി മുളക് പറിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും എടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള വേണേലും ചേർക്കാം. ചെറിയുള്ളി ചേർക്കണതാണ് ഒന്നും കൂടെ രുചി. നമുക്ക് മുളകും കൂടി ഒന്ന് ചെറുതായി കീറിയിടാം. നമുക്കിനി തോരൻ തയ്യാറാക്കാം. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർക്കാം. ഇനി ഇത് ചെറുതായി മൂപ്പിച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പും താളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിരുമ്മി കൂട്ടിയെടുക്കാം. നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൂട്ടി 2 മിനിറ്റ് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് ആവി കയറുന്നിടം വരെ മൂടി വെച്ചാൽ മതി. ഒത്തിരി നേരം മൂടി വെച്ചാൽ കുഴഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് മൂട് തുറന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചേമ്പുംതാള്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പുതാള് തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തോരൻ വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം.